ഹായ് ഹലോ ഡിയേഴ്സ്, എല്ലാ മക്കൾക്കും എജ്യുമേറ്റിൻ്റെ മറ്റൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ നോക്കാൻ പോകുന്നത് 5ാം ക്ലാസ്സിലെ മക്കളുടെ അടിസ്ഥാന ശാസ്ത്രത്തിലെ 7ാമത്തെ പാഠമാണ്. ഇന്ദ്രിയജാലം എന്നാണ് കേട്ടോ ഈ പാഠത്തിൻ്റെ പേര്. ക്ലാസ്സിലേക്ക് കടക്കുന്നതിന് മുന്നേ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. അതുപോലെ വീഡിയോ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. നിങ്ങൾക്ക് ആവശ്യമുള്ള 5ാം ക്ലാസ്സിലെ എല്ലാ വിഷയങ്ങളുടെയും വീഡിയോസ് STD 5 2024 എന്നുള്ള പ്ലേലിസ്റ്റ് എടുത്ത് നോക്കിയാൽ അത് ലഭിക്കുന്നതാണ് കേട്ടോ. ഇനി അടിസ്ഥാന ശാസ്ത്രത്തിന്റെ മാത്രം വീഡിയോസ് മതിയെങ്കിൽ STD 5 ബേസിക് സയൻസ് എന്നുള്ള ഫോൾഡർ ഉണ്ട്, പ്ലേലിസ്റ്റ് ഉണ്ട്, അതിലെടുത്ത് നോക്കിയാൽ മതി. അപ്പോൾ ശരി, നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് കിടക്കാം. പാഠം തുടങ്ങുന്ന സമയത്ത് ഇതാ നോക്കിക്കേ മക്കളെ, കുറച്ച് ജീവികളും അവ എന്തൊക്കെയോ പറയുന്ന കാര്യങ്ങളും നമുക്ക് അവിടെ തന്നിട്ടുണ്ട്. നോക്കാം. ആദ്യത്തേതൊരു നായയാണ് അല്ലെ. നായ പറയുന്നത് നോക്കൂ, ഞാൻ ചെറിയ ശബ്ദം പോലും തിരിച്ചറിയുന്നു. പരുന്ത് പറയുന്നത് നോക്കൂ, വളരെ ദൂരെയുള്ള ഇരയെ പോലും എനിക്ക് കാണാൻ കഴിയും. ബട്ടർഫ്ലൈ പൂമ്പാറ്റ പറയുന്നത് നോക്കിക്കേ, എൻ്റെ കാലുകൾ ഉപയോഗിച്ച് രുചി അറിയാൻ കഴിയും. കരടി പറയുന്നതോ, എനിക്ക് നേരിയ ഗന്ധം പോലും തിരിച്ചറിയാൻ കഴിയും. മുതല പറയുന്നത് നോക്കൂ, എൻ്റെ ശരീരം പാറ പോലാണെങ്കിലും എവിടെ തൊട്ടാലും ഞാൻ അറിയും. ഓരോ ജീവിയും അവരെ കുറിച്ച് പറഞ്ഞത് വായിച്ചല്ലോ. ചുറ്റുപാടുകളെ തിരിച്ചറിയുന്നതിന് ഈ ജീവികൾക്കുള്ള പ്രത്യേക കഴിവുകൾ എന്തെല്ലാമാണ്? അപ്പൊ അതിൽ തന്നെ പറഞ്ഞിട്ടുണ്ടല്ലേ അവർക്ക് എന്തൊക്കെ കഴിവുകളാണുള്ളത്. നായക്ക് ചെറിയ ശബ്ദം തിരിച്ചറിയാന്, പരുന്തിന് ദൂരക്കാഴ്ച, പൂമ്പാറ്റയ്ക്ക് കാലുപയോഗിച്ച് രുചി അറിയാന്, കരടിക്ക് നേരിയ ഗന്ധം പോലും തിരിച്ചറിയാന്, മുതലയ്ക്ക് സ്പർശന ശക്തി അല്ലെ. ഈ കാര്യങ്ങളൊക്കെ അവിടെ തന്നെ പറഞ്ഞിട്ടുണ്ട്. നമുക്കെന്നാലും അതൊരു ടേബിളിൽ തന്നിട്ടുണ്ട്. നമുക്ക് ആ ടേബിൾ പൂരിപ്പിച്ചു കൊടുക്കാം. ചിത്രീകരണം പരിശോധിച്ച് താഴെ പറയുന്ന പട്ടിക പൂർത്തിയാക്കുക. പരുന്ത് അവയവം കണ്ണാണ്, പ്രത്യേക കഴിവ് ദൂരക്കാഴ്ചയാണ്. പൂമ്പാറ്റയുടെ കാലുകൾക്ക് രുചി അറിയാനുള്ള കഴിവുണ്ട്. മുതല ത്വക്ക്, അതായത് എന്താണ് ത്വക്കിയാണ് കേട്ടോ. അപ്പൊ ത്വക്കിന് എന്താണ് സ്പർശന ശക്തി. ഇനി നായയുടെ മൂക്കിന് മണം പിടിക്കാനുള്ള കഴിവുണ്ട്. അതുപോലെ ചെവികൾക്ക് ചെറിയ ശബ്ദം പോലും തിരിച്ചറിയാനുള്ള കഴിവുണ്ട്. കരടി മൂക്ക് നേരിയ മണം പോലും തിരിച്ചറിയാൻ സാധിക്കുന്നു. കാഴ്ച, സ്പർശം, കേൾവി, ഗന്ധം, രുചി എന്നിവയിലൂടെ ചുറ്റുപാടുകളെ മനസ്സിലാക്കുന്നതിന് ഈ അവയവങ്ങൾ ജീവികളെ സഹായിക്കുന്നു. ഇതേപോലെ ചുറ്റുപാടുകളെ മനസ്സിലാക്കാൻ നമ്മെ സഹായിക്കുന്ന അവയവങ്ങൾ ഏതെല്ലാമാണ്? കണ്ണ് കാഴ്ച, ചെവി കേൾവി, മൂക്ക് മണം, നാവ് രുചി, ത്വക്ക് സ്പർശം, മർദ്ദം തണുപ്പ് ചൂട് എന്നിവയ്ക്ക് സഹായിക്കുന്നുണ്ട് അല്ലേ. ജ്ഞാനേന്ദ്രിയങ്ങൾ ചുറ്റുപാടുകളെ മനസ്സിലാക്കുന്നതിന് സഹായിക്കുന്ന വിവിധ തരം അവയവങ്ങൾ ജന്തുക്കൾക്കുണ്ട്. ഈ അവയവങ്ങളാണ് ജ്ഞാനേന്ദ്രിയങ്ങൾ. കണ്ണ്, ചെവി, മൂക്ക്, നാക്ക്, ത്വക്ക് എന്നിവയാണ് മനുഷ്യരുടെ ജ്ഞാനേന്ദ്രിയങ്ങൾ. അതായത് കണ്ണ് കാഴ്ചയ്ക്ക്, ചെവി കേൾവിക്ക്, മൂക്ക് മണത്തിന്, നാക്ക് രുചിക്ക്, ത്വക്ക് സ്പർശനത്തിന്. ഓക്കെ, ഇനി നമുക്ക് ഓരോ ജ്ഞാനേന്ദ്രിയങ്ങളെ കുറിച്ചും പഠിക്കാനാണ് ഉള്ളത് കേട്ടോ. ആരാണ് വിജയി? നമുക്കൊരു മത്സരം നടത്തിയാലോ? ചിത്രത്തിലേതുപോലുള്ള ഒരു പൂട്ടും കുറച്ച് താക്കോലുകളും മേശപ്പുറത്ത് വെക്കുക. കണ്ണുകെട്ടി യോജിച്ച താക്കോൽ തിരഞ്ഞെടുത്ത് പൂട്ട് തുറക്കുന്നതാണ് മത്സരം. മത്സരത്തിൽ പങ്കെടുക്കാൻ തയ്യാറുള്ളവരുടെ കണ്ണുകെട്ടണം. 30 സെക്കൻഡിനുള്ളിൽ പൂട്ട് തുറക്കുന്നവരാണ് വിജയികൾ. കണ്ണുകെട്ടി പൂട്ട് തുറക്കാൻ ശ്രമിച്ച എല്ലാവരും വിജയിച്ചോ? ഉണ്ടാവില്ല അല്ലേ. കണ്ണിന്റെ സഹായമില്ലാതെ വസ്തുക്കളെ തിരിച്ചറിയുന്നത് എളുപ്പമാണോ? അല്ല, ഒരിക്കലുമല്ല അല്ലേ. കണ്ണുകളുടെ ചിത്രം വരച്ച് നിറം കൊടുക്കൂ. കണ്ണിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം ഏതാണ്? കോർണിയ, ലെൻസ്, കൃഷ്ണമണി, റെറ്റിന തുടങ്ങിയ എല്ലാ ഭാഗങ്ങളും കണ്ണിന് എന്താണ് പ്രധാനപ്പെട്ടതാണ്. സ്ഥാനം മാറുമ്പോൾ നമ്മുടെ കണ്ണുകൾ പോലെ തന്നെയാണോ മറ്റു ജീവികളുടെയും കണ്ണുകൾ? അല്ല അല്ലെ. ചില ജീവികൾക്ക്, അതായത് കോഴിക്ക്, പശുവിന്, ആടിനൊക്കെ നിങ്ങൾ കണ്ണുകൾ എവിടെയാ മക്കളെ? സൈഡിലാണ് അല്ലെ, വശങ്ങളിലാണ് അല്ലെ. ചിത്രത്തിലെ ജീവികളുടെ കണ്ണുകളുടെ സ്ഥാനം ശ്രദ്ധിക്കൂ. കണ്ണിന്റെ സവിശേഷത എങ്ങനെയാണെന്ന് ജീവികൾക്ക് സഹായകമാകുന്നു. അതിന് മുന്നേറ്റ് ഏതൊക്കെ ജീവികളാണ്? അവിടെ ഒരു ആടുണ്ട്, കടുവയുണ്ട്, കോഴിയുണ്ട് അല്ലെ. അപ്പൊ കടുവയ്ക്ക് മാത്രമേ കണ്ണ് മുന്നിലുള്ളൂ. ബാക്കി 2 ജീവികൾക്കും കണ്ണ് വശങ്ങളിലാണ്, സൈഡിലാണല്ലേ ഉള്ളത്. കണ്ണിന്റെ ഈ സവിശേഷത എങ്ങനെയാണ് ജീവികൾക്ക് സഹായകമാവുന്നത്? എങ്ങനെയാണ് മക്കളെ? ഇരപിടിക്കൽ എളുപ്പമാക്കി സഹായിക്കുന്നു. അതുപോലെ ശത്രുക്കളിൽ നിന്ന് രക്ഷ നേടാനും സഹായിക്കുന്നു. ജീവികളെ അവയുടെ കണ്ണിന്റെ സ്ഥാനത്തിന്റെ അടിസ്ഥാനത്തിൽ കൂട്ടങ്ങളാക്കൂ. നമുക്കത് അവിടെ പട്ടികയാക്കിയിട്ട് കൊടുത്തിട്ടുണ്ട്. ആ പട്ടിക പൂർത്തിയാക്കി നോക്കാം. ഇതിൽ കൊടുത്തിട്ടുള്ളത് തലയുടെ മുൻവശത്ത് കണ്ണുകളുള്ളവ, തലയുടെ വശങ്ങളിൽ കണ്ണുകളുള്ളവ എന്നിങ്ങനെയാണ്. തലയുടെ മുൻവശത്ത് കണ്ണുകളുള്ള ജീവികൾക്ക് ഉദാഹരണങ്ങളാണ് ചീറ്റ, കടുവ, പരുന്ത്, പൂച്ച, പിന്നെ മനുഷ്യനൊക്കെ കേട്ടോ. ഇനി വശങ്ങളിൽ കണ്ണുകളുള്ളവയ്ക്ക് ഉദാഹരണങ്ങളാണ് ജിറാഫ്, പ്രാവ്, കോഴി, മുയൽ തുടങ്ങിയവ.
തലയുടെ മുൻവശത്ത് കണ്ണുകളുള്ള ജീവികൾക്ക് വസ്തുവിന്റെ സ്ഥാനവും അകലവും കൃത്യമായി തിരിച്ചറിയാൻ കഴിയുന്നു. കടുവ, സിംഹം തുടങ്ങിയ ജീവികളുടെ ഈ പ്രത്യേകത അവയെ ഇരപിടിക്കാൻ സഹായിക്കുന്നു. തലയുടെ വശങ്ങളിൽ കണ്ണുകളുള്ള ജീവികൾക്ക് രണ്ട് വശങ്ങളിലുമുള്ള കാഴ്ച സാധ്യമാകുന്നു. മാൻ, മുയൽ തുടങ്ങിയ ജീവികൾക്ക് ശത്രുക്കളിൽ നിന്ന് രക്ഷ നേടാൻ ഈ പ്രത്യേകത സഹായിക്കുന്നു. കുറച്ച് ജീവികളും അവയുടെ കണ്ണുകളുടെ പ്രത്യേകതകളും നമുക്ക് അവിടെ തന്നിട്ടുണ്ട്. പൂച്ചയുടെ കണ്ണിലെ കൃഷ്ണമണി പകൽ വെളിച്ചത്തിൽ ചുരുങ്ങിയും രാത്രിയിൽ പരമാവധി വികസിച്ചും കാണപ്പെടുന്നു. നേരിയ വെളിച്ചത്തിൽ പോലും അവയ്ക്ക് കാഴ്ച സാധ്യമാകും. പൂച്ചയുടെ കണ്ണുകളിൽ പ്രത്യേകതരം കോശങ്ങളുടെ ഒരു പാളിയുണ്ട്. അതാണ് രാത്രിയിൽ കണ്ണുകളുടെ തിളക്കത്തിന് കാരണം. രാത്രിയിൽ ഈ ഇര തേടുന്ന പല ജീവികളുടെയും കണ്ണുകൾക്ക് ഈ പ്രത്യേകതയുണ്ട്. അതായത് രാത്രിയിലെ പൂച്ചയും മൂങ്ങയും പോലെയുള്ള ജീവികൾക്കൊക്കെ എന്താണ്, കണ്ണ് തിളങ്ങുന്നതായിട്ട് നമുക്ക് കാണാം അല്ലേ. അതിന് കാരണം എന്താണെന്ന് നമ്മളിപ്പോൾ പഠിച്ചു അല്ലേ. ഇനി മൂങ്ങയ്ക്ക് തലയുടെ നേരെ മുൻഭാഗത്തായി വലിയ കണ്ണുകളാണ് ഉള്ളത്. കടുത്ത് പുറകോട്ട് തിരിച്ച് പുറകിലെ കാഴ്ചകൾ കാണാനും മൂങ്ങയ്ക്ക് സാധിക്കും. മൂങ്ങയുടെ തല ഇങ്ങനെ എന്ത് ചെയ്യാൻ പറ്റും, തിരിക്കാനായിട്ട് പറ്റും. മരയോന്തിന് ഒരേ സമയം കണ്ണുകളെ വ്യത്യസ്ത ദിശകളിലേക്ക് ചലിപ്പിച്ച് ചുറ്റുമുള്ള കാഴ്ചകൾ കാണാൻ കഴിയുന്നു. അപ്പോൾ ഓരോ ജീവികൾക്കും അവരുടെ കണ്ണുകളുടെ എന്താണ് മക്കളെ, കണ്ണുകൾക്ക് അവരുടേതായിട്ടുള്ള അനുകൂലനങ്ങൾക്കനുസരിച്ചുള്ള പ്രത്യേകതകളുണ്ട് അല്ലേ. നേത്രരോഗങ്ങൾ. ചെങ്കണ്ണ് പടരുന്നു. സംസ്ഥാനത്ത് ചെങ്കണ്ണ് ബാധിച്ച് ഒട്ടേറെ പേർ ചികിത്സ തേടുന്നുണ്ട്. കുട്ടികൾക്കിടയിലാണ് ഈ രോഗം വേഗത്തിൽ പകരുന്നത്. സമ്പർക്കത്തിലൂടെ പകരുന്ന രോഗമായതിനാൽ രോഗി ഉപയോഗിച്ച വസ്തുക്കൾ സ്പർശിക്കാതിരിക്കാൻ ശ്രദ്ധിക്കണം. മെഡിക്കൽ ഓഫീസർ പ്രാഥമികാരോഗ്യ കേന്ദ്രത്തിൽ നിന്നുള്ള ഒരു ചെറിയ റിപ്പോർട്ടാണത്. ഇനി ആരോഗ്യ വകുപ്പിന്റെ നോട്ടീസ് ശ്രദ്ധിച്ചല്ലോ. ചെങ്കണ്ണിന്റെ ലക്ഷണങ്ങൾ എന്തെല്ലാമാണ്? കണ്ണിൽ വേദന അനുഭവപ്പെടുന്നു, കണ്ണിൽ ചൊറിച്ചിൽ, കണ്ണിന് ചുവപ്പ്, കണ്ണിൽ പീള അടിയുന്നു, കൺപോളകളിൽ വീക്കവും തുടിപ്പും, കണ്ണീർ കൂടുതലായി ഒഴുകുന്നു. ഈ കാര്യങ്ങളെല്ലാം ചെങ്കണ്ണിനുള്ള സിംറ്റംസ് ആണ്, അടയാളങ്ങളാണ്. കണ്ണിനെ ബാധിക്കുന്ന മറ്റെന്തെല്ലാം അസുഖങ്ങൾ നിങ്ങൾക്കറിയാം? ദീർഘദൃഷ്ടി, ഹ്രസ്വദൃഷ്ടി, തിമിരം, ഗ്ലോക്കോമ, നിശാന്തത, വർണ്ണാന്ധത തുടങ്ങിയ അസുഖങ്ങളെല്ലാം കണ്ണിനെ ബാധിക്കുന്നവയാണ്. ചിത്രം നിരീക്ഷിക്കൂ. നമുക്കവിടെ കണ്ണ് പരിശോധനയ്ക്ക് എത്തിയിട്ടുള്ള ഒരു കുട്ടിയുടെയും അതുപോലെ അവിടെ ഇരിക്കുന്ന ഡോക്ടർ അവരുടെ ചിത്രമാണല്ലേ കാണുന്നത്. കാഴ്ച പരിശോധനയ്ക്ക് ഉപയോഗിക്കുന്ന ഇത്തരം ചാർട്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഇതേപറ്റി കൂടുതൽ വിവരങ്ങൾ ശേഖരിക്കുക. കാഴ്ച പരിശോധനയ്ക്ക് ഉപയോഗിക്കുന്ന ഈ ചാർട്ടിനെ നമ്മൾ സ്നെല്ലൻ ചാർട്ട് എന്നാണ് പറയുക. അതിൽ ഒരുപാട് അക്ഷരങ്ങളും അക്കങ്ങളും ഒക്കെ വലുതും ചെറുതുമായിട്ടുള്ള രീതിയിൽ എഴുതിയതെന്ന് ആണല്ലേ ഈ ചാർട്ടിൽ ഉണ്ടായിരിക്കുക. കാഴ്ച പരിശോധിക്കാൻ സാധാരണമായി ഉപയോഗിച്ചു വരുന്ന ഈ ചാർട്ടിൽ പല വലുപ്പത്തിലുള്ള അക്ഷരങ്ങളാണ് ഉള്ളത്. മുകളിൽ നിന്ന് താഴേക്ക് വരുംതോറും വലുപ്പം കുറഞ്ഞു വരുന്ന രീതിയിലാണ് അക്ഷരങ്ങൾ ക്രമീകരിച്ചിരിക്കുന്നത്. 1862 ഡച്ച് നേത്രരോഗ വിദഗ്ധനായ ഹെർമൻ സ്നെല്ലനാണ് ഇത് തയ്യാറാക്കിയത്. അപ്പൊ ഇങ്ങനെ വലുതിൽ നിന്ന് ചെറുതിലേക്ക് എഴുതുന്ന രീതിയിൽ എഴുതിയത് കൊണ്ട് തന്നെ നമുക്ക് പല കാഴ്ചശക്തി ഉള്ളവർക്ക് പല രീതിയിലായിരിക്കും വായിക്കാൻ കഴിയുന്നത്. അതായത് ചിലർക്ക് മുഴുവൻ വലിയ അക്ഷരത്തിൽ എഴുതിയത് മാത്രമേ വായിക്കാൻ പറ്റൂ. ചിലർക്ക് അതിൻ്റെ ഒരു പകുതി വരെയൊക്കെ, ഒരു മീഡിയം സൈസ് വലുപ്പം വരെയൊക്കെ വായിക്കാൻ പറ്റും. ചിലർക്ക് ചെറുത് വരെ വായിക്കാൻ പറ്റും അല്ലേ. അപ്പോൾ കാഴ്ച പരിശോധനയ്ക്ക് കുറച്ചുകൂടെ എളുപ്പമാവും. ഏത് ലെവലിലാണ് കണ്ണിന്റെ കാഴ്ച ഉള്ളത് എന്ന് കണ്ടുപിടിക്കാനായിട്ട് എളുപ്പമാണ് അല്ലേ. കാഴ്ചയ്ക്ക് വെല്ലുവിളി നേരിടുന്ന വ്യക്തികൾ എങ്ങനെയാണ് ചുറ്റുപാടുകളെ തിരിച്ചറിയുന്നത്? വ്യത്യസ്ത കറൻസി നോട്ടുകൾ പരിശോധിക്കൂ. അവ എങ്ങനെയെല്ലാം വ്യത്യാസപ്പെട്ടിരിക്കുന്നു? കറൻസി നോട്ടുകളിൽ വ്യത്യാസമുണ്ട്, നമുക്ക് എഴുതാം. ഇവയിലെ ഏതെല്ലാം സവിശേഷതകളാണ് നോട്ട് തിരിച്ചറിയാൻ കാഴ്ച വെല്ലുവിളി നേരിടുന്നവരെ സഹായിക്കുന്നത്? ഒരു കുറിപ്പ് തയ്യാറാക്കൂ. കാഴ്ചയ്ക്ക് വെല്ലുവിളി നേരിടുന്നവർക്ക് പോലും ഇപ്പോൾ കറൻസികൾ തിരിച്ചറിയാൻ സാധിക്കും. നോട്ടുകളിൽ അതിനുള്ള ക്രമീകരണം നടത്തിയിട്ടുണ്ട്. വിരൽ കൊണ്ട് തൊട്ടാണ് ഇത് മനസ്സിലാക്കുന്നത്. നോട്ടുകളുടെ വശങ്ങളിലുള്ള വരകൾ തൊട്ടു നോക്കിയാണ് തിരിച്ചറിയൽ നടത്തുന്നത്. 100 രൂപ നോട്ടിൽ 2 വശത്തും മധ്യഭാഗത്ത് 4 വരകളുണ്ട്. വരകളിൽ 2 എണ്ണം കഴിഞ്ഞു ഒരു വിടവുണ്ട്. 200 രൂപ നോട്ടിലും 4 വരകളുണ്ട്. ഓരോ വശത്തും ഈ വരകൾക്കിടയിൽ 2 ചെറിയ വൃത്തങ്ങളാണ് ഉള്ളത്. 500 രൂപ നോട്ടിൽ ഓരോ വശത്തും 5 വരകളുണ്ട്. ഇത്തരത്തിൽ തൊട്ടുനോക്കി നോട്ടുകൾ തിരിച്ചറിയാവുന്നതാണ്. ഇനി താഴെ തന്നിട്ടുള്ള ചിത്രങ്ങൾ നോക്കൂ. തീവണ്ടിയിലെ സീറ്റ് നമ്പറും ഫുട്പാത്തിലെ ടൈലുമാണ് അവിടെ തന്നിട്ടുള്ളത്. എന്താണ് ഇവയുടെ പ്രത്യേകതകൾ? ഇവ കാഴ്ചശക്തി ഇല്ലാത്തവർക്ക് തൊട്ടു മനസ്സിലാക്കാൻ പാകത്തിലുള്ള സജ്ജീകരണങ്ങളാണ്. കാഴ്ച വെല്ലുവിളി നേരിടുന്നവർക്ക് ഇവ എങ്ങനെയാണ് ഗുണകരമാകുന്നത്? ഇവരെ സഹായിക്കുന്നതിനുള്ള എന്തെല്ലാം പ്രത്യേകതകളാണ് മൊബൈൽ ഫോൺ, വാച്ച്, കമ്പ്യൂട്ടർ തുടങ്ങിയ ഉപകരണങ്ങളിൽ ഉള്ളത്?
അപ്പോൾ ടാക്ടൈൽ വാച്ചിൽ തൊട്ട് നോക്കി നമുക്ക് സമയം അറിയാൻ സഹായിക്കുന്നു. അതുപോലെ ടോക്കിംഗ് വാച്ചിൽ ഒരു ബട്ടൺ അമർത്തി സമയം എത്രയെന്ന് പറഞ്ഞു കൊടുത്ത് സഹായിക്കുന്നു. ഇവർക്ക് സഹായകരമായ മറ്റെന്തെല്ലാം സംവിധാനങ്ങളുണ്ട്? ശാസ്ത്ര സാങ്കേതിക വിദ്യകളിലുള്ള വളർച്ച ഇവയിൽ വരുത്തിയ മാറ്റങ്ങൾക്ക് ഉദാഹരണമാണ് സ്മാർട്ട് കെയിനും ഡിജിറ്റൽ ബ്രെയിൽ സ്ലേറ്റും എല്ലാം. ഈ ഉപകരണങ്ങളുടെ സവിശേഷതകളെ കുറിച്ച് കൂടുതൽ വിവരങ്ങൾ ശേഖരിക്കുക. അപ്പോൾ നമുക്ക് കണ്ണിന് കാഴ്ചയില്ലാത്തവർക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന അവരുപയോഗിക്കുന്ന കുറച്ച് സംവിധാനങ്ങളുടെ പ്രത്യേകതകൾ നോക്കാം. ഒന്നാമത്തേത് ബ്രെയിൻ ലിപി. കാഴ്ചയില്ലാത്തവർക്ക് വേണ്ടിയുള്ള പ്രത്യേകതരം എഴുത്ത് ഭാഷയാണ് ബ്രെയിൻ ലിപി. ഒരു പ്രതലത്തിൽ ഉയർന്നു നിൽക്കുന്ന കുത്തുകൾ ആണ് ഇതിൽ അക്ഷരങ്ങളെ സൂചിപ്പിക്കുന്നത്. ഇതിൽ വിരലുകൾ തൊട്ട് മനസ്സിലാക്കിയാണ് കാഴ്ചയില്ലാത്തവർ അക്ഷരങ്ങളെ തിരിച്ചറിഞ്ഞു വായിക്കുന്നത്. 2. ജാസ്. ഇതുപയോഗിച്ച് കമ്പ്യൂട്ടർ സ്ക്രീനിൽ തെളിഞ്ഞു വരുന്നതെല്ലാം കാഴ്ചശക്തി ഇല്ലാത്തവർക്ക് മനസ്സിലാക്കാം. 3. സ്മാർട്ട് കെയിൻ. ചുറ്റുപാടുകളെ തൊട്ടുനോക്കി തടസ്സങ്ങളെ തിരിച്ചറിയാൻ സഹായിക്കുന്നു. 2 മീറ്റർ അകലെ വരെയുള്ള തടസ്സങ്ങളെ അറിയാനുള്ള സെൻസർ ഈ വടിയിലുണ്ട്. വഴിയിൽ കുഴികൾ ഉണ്ടെങ്കിലും നമുക്കിത് ഉപയോഗിച്ച് അറിയാൻ കഴിയും. സ്മാർട്ട് കെയിനിന്റെ കുറച്ച് ഉപയോഗങ്ങളാണ് നമുക്കിവിടെ തന്നിട്ടുള്ളത്. ആദ്യത്തേത് വഴി കണ്ടെത്താൻ. കൂടുതൽ എളുപ്പത്തിൽ വഴി കണ്ടെത്താൻ സഹായിക്കുന്നു. തടസ്സം കണ്ടെത്താൻ അൾട്രാസോണിക് അല്ലെങ്കിൽ ഇൻഫ്രാറെഡ് സെൻസറുകൾ ഉപയോഗിച്ച് തത്സമയം തടസ്സങ്ങൾ കണ്ടെത്താനാകും. കണക്ടിവിറ്റി. സ്മാർട്ട് കെയിനുകൾക്ക് ബ്ലൂടൂത്ത് വഴി സ്മാർട്ട് ഫോണുകളിലേക്കോ മറ്റുപകരണങ്ങളിലേക്കോ കണക്ട് ചെയ്യാനാകും. വീഴ്ച കണ്ടെത്താൻ. താഴെ വീഴുകയും എഴുന്നേൽക്കാൻ കഴിയാതെ വരികയും ചെയ്താൽ ബന്ധപ്പെട്ടവരെ വിവരമറിയിക്കുന്നു. വ്യക്തിഗത ക്രമീകരണം. ക്രമീകരിക്കാവുന്ന ഉയരം, വ്യത്യസ്ത ഹാൻഡിൽ ഗ്രിപ്പുകൾ, വിവിധ സെൻസറി ഫീഡ്ബാക്ക് ക്രമീകരണങ്ങൾ എന്നിവ ആണ് വ്യക്തിഗത ക്രമീകരണത്തിലുള്ളത്. പിന്നെ ദത്തശേഖരണം, യാത്ര ചെയ്ത ദൂരം, നടത്ത വേഗത, നേരിടുന്ന തടസ്സങ്ങളുടെ വിവരങ്ങൾ തുടങ്ങിയവ ശേഖരിക്കാൻ ഇവയ്ക്ക് കഴിയും. ആരോഗ്യ വകുപ്പിന്റെ ലഘുലേഖയിലെ ചിത്രങ്ങളും നിർദ്ദേശങ്ങളും നോക്കൂ. സൂക്ഷിച്ചാൽ മതി, ദീർഘനാൾ കാണാം. കണ്ണുകൾ തിരുമ്മാതിരിക്കുക, മങ്ങിയ വെളിച്ചത്തിൽ TV കാണാതിരിക്കുക, കണ്ണിനുള്ളിൽ സ്പർശിക്കാതിരിക്കുക, ദീർഘസമയം മൊബൈൽ ഫോൺ, കമ്പ്യൂട്ടർ, TV തുടങ്ങിയവ ഉപയോഗിക്കാതിരിക്കുക, മറ്റുള്ളവർ ഉപയോഗിച്ച തൂവാലകൾ ഉപയോഗിക്കാതിരിക്കുക, ആവശ്യത്തിന് വെളിച്ചം ലഭിക്കുന്ന സ്ഥലത്തിരുന്ന് വായിക്കുക, കണ്ണിന്റെ പ്രശ്നങ്ങൾ നേരത്തെ തിരിച്ചറിയാൻ ഇടയ്ക്കിടെ കാഴ്ച പരിശോധന നടത്തുക, ഇലക്കറികളും പഴങ്ങളും പച്ചക്കറികളും അടങ്ങിയ ആഹാരം കഴിക്കുക. ഇപ്പൊ ഇത്രയും ചെറിയ ചെറിയ കാര്യങ്ങൾ ചെയ്താൽ തന്നെ നമുക്ക് കണ്ണിന്റെ സംരക്ഷണം ഒരു പരിധി വരെ ഉറപ്പാക്കാവുന്നതാണ്. നോക്കിക്കുക, അവിടെ കണ്ണ് തിരുമ്മരുത് എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ കണ്ണുകൾ ഇടയ്ക്കിടെ മുഖം കഴുകുന്നത് വെള്ളം ഉപയോഗിച്ച് കണ്ണും മുഖവും ഇടയ്ക്കിടെ കഴുകുന്നത് ശരിയാണെന്ന് തന്നിട്ടുണ്ട്. അതുപോലെ TV അകലെ നിന്ന് കാണുന്നത് ശരിയാണ്, TV വളരെ അടുത്തിരുന്നത് കാണുന്നത് തെറ്റാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ ആ ചിത്രങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാവുന്നതാണ്. നിർദ്ദേശങ്ങളെല്ലാം നിങ്ങൾ പാലിക്കുന്നുണ്ടോ? കണ്ണിന്റെ ആരോഗ്യത്തിന് നാം പാലിക്കേണ്ട ആരോഗ്യശീലങ്ങൾ എന്തെല്ലാമാണെന്ന് ശാസ്ത്ര പുസ്തകത്തിൽ എഴുതൂ. അപ്പൊ നമ്മളിപ്പോൾ പറഞ്ഞിട്ടുള്ള ഈ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, നമ്മൾ ആ നോട്ടീസ് ബോർഡിൽ കണ്ടിട്ടുള്ള കാര്യങ്ങൾ, അതെല്ലാം തന്നെ നിങ്ങൾക്ക് എഴുതാവുന്നതാണ് കേട്ടോ. ഇനി ഇനി നമുക്ക് ചെവിയെ കുറിച്ചാണ് പഠിക്കേണ്ടത്. ചിത്രത്തിലെ കണ്ണ് കിട്ടിയ കുട്ടി എങ്ങനെയാവും ചുറ്റുമുള്ള കൂട്ടുകാരുടെ സ്ഥാനം മനസ്സിലാക്കുന്നത്? ശബ്ദം കേട്ടിട്ടായിരിക്കും അല്ലെ. ശബ്ദം കേട്ട് ആളാരാണെന്നും അവ തനിക്ക് എത്ര അകലം ഉണ്ടെന്നും മനസ്സിലാക്കാനായിട്ട് അവർക്ക് സാധിക്കും. കാഴ്ചയോടൊപ്പം കേൾവിയും ചേരുമ്പോഴല്ലേ നമുക്ക് ചുറ്റുപാടിനെ നന്നായി മനസ്സിലാക്കാൻ പറ്റുന്നത്? അതെ, കേൾക്കാൻ സഹായിക്കുന്ന ഇന്ദ്രിയമായ ചെവി സംരക്ഷിക്കുന്നതിന് നമ്മൾ വേണ്ടത്ര പ്രാധാന്യം നൽകുന്നുണ്ടോ? ഇവിടെ ഒരു കുട്ടി അമ്മയോട് പറയുന്നത് നോക്കൂ, അമ്മേ അയ്യോ ചെവി ചെയ്തിരിക്കുന്നു. അപ്പോൾ അമ്മ പറയുന്നു വാ ഡോക്ടറെ കാണാം. മുത്തശ്ശൻ എന്താ പറയുന്നത്? കുറച്ച് എണ്ണ ചൂടാക്കി ഒഴിച്ചോളൂ എന്നല്ലേ. മുത്തശ്ശൻ നിർദ്ദേശിച്ചത് ശരിയായ പരിഹാരമാണോ? ഒരിക്കലുമല്ല. ഇത്തരം സന്ദർഭങ്ങളിൽ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? മുത്തശ്ശൻ പറഞ്ഞത് ശരിയായ പരിഹാര മാർഗമല്ല. ഇത്തരം സന്ദർഭങ്ങളിൽ നമ്മൾ വിദഗ്ധരായ ഡോക്ടറുടെ സഹായം തേടുകയാണ് ചെയ്യേണ്ടത്. നേരിട്ടും ഫോൺ വഴിയും ആരോഗ്യ വിദഗ്ധരുടെ സേവനം എല്ലായിടത്തും ലഭ്യമാകുന്ന ഇക്കാലത്ത് ശാസ്ത്രീയ അടിത്തറയില്ലാത്ത ചികിത്സാ രീതികൾ പിന്തുടരരുത്. ആരോഗ്യ വിദഗ്ധരുടെ നിർദ്ദേശപ്രകാരം മാത്രമേ ചെവിയിൽ മരുന്നുകൾ ഉപയോഗിക്കാവൂ. സ്വയം ചികിത്സ അപകടമാണ്. കേൾവി ശക്തി നഷ്ടപ്പെടാൻ പോലും ഇത് കാരണമാകും. ചെവിക്കുള്ളിൽ വെള്ളം കയറുന്നത് ചെവിയിൽ അണുബാധയുണ്ടാക്കുമെന്നറിയാമോ? ഇത് ചെവിവേദനയ്ക്കും ചിലപ്പോൾ കേൾവിക്കുറവിനും കാരണമായേക്കാം. ഇത്തരം പ്രശ്നങ്ങൾ ഒഴിവാക്കാൻ നമ്മൾ എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണം? പെൻസിൽ, പേന, തീപ്പെട്ടിക്കൊള്ളി, സേഫ്റ്റി പിൻ തുടങ്ങിയ ഒരു വസ്തുവും ചെവിയിലിടരുത്. നല്ല വെയിലുള്ളപ്പോൾ തൊപ്പി ധരിക്കരുത്. അധികം ഉച്ചത്തിലുള്ള ശബ്ദങ്ങൾ കേൾക്കരുത്. ചെവിയിൽ വെള്ളമോ എണ്ണയോ ഒഴിക്കരുത്. മലിനജലത്തിൽ നീന്തി കുളിക്കരുത്. ചെവിയുടെ ഭാഗത്ത് അടിക്കരുത്. ഇക്കാര്യങ്ങളെല്ലാം ശ്രദ്ധിക്കണം. ശ്രവണ സഹായികൾ അഥവാ ഹിയറിംഗ് എയ്ഡ്സ് പല കാരണങ്ങളാലും കേൾവിക്കുറവുണ്ടാകാറുണ്ട്. ഇത് പരിഹരിക്കാനുള്ള ഉപകരണങ്ങളാണ് ശ്രവണ സഹായികൾ. ശബ്ദത്തിന്റെ ഉച്ചത കൂട്ടാനും വ്യക്തത വരുത്താനും പ്രത്യേക സംവിധാനങ്ങളുള്ള
വിവിധതരം ശ്രവണ സഹായികൾ ഇന്ന് ലഭ്യമാണ്. അതിലൊന്നാണ് കോക്ലിയർ ഇംപ്ലാന്റ് ശസ്ത്രക്രിയ. ജന്മനായുള്ള കേൾവി തകരാറുകൾ പരിഹരിക്കാനുള്ള മാർഗമാണ് കോക്ലിയർ ഇംപ്ലാന്റ് ശസ്ത്രക്രിയ. ചെവിക്കുള്ളിലെ കോക്ലിയ മാറ്റിവെക്കുന്ന ശസ്ത്രക്രിയയാണ് ഇത്. അപ്പൊ അങ്ങനെയും നമുക്ക് എന്ത് ചെയ്യാം, ചെവിയുടെ കേൾവിയുടെ പ്രശ്നം പരിഹരിക്കാം. മണമറിയാൻ ചിത്രം നോക്കൂ. ചിത്രത്തിലെ കുട്ടി അടുക്കളയിൽ നിന്ന് എന്തോ ഒരു വിഭവം ഉണ്ടാക്കുമ്പോൾ ഹായ് നല്ല മണം എന്ന് പറയുന്നുണ്ട്. അപ്പൊ ചേച്ചി എന്താ പറയുന്നത്? ജലദോഷമുള്ളത് കൊണ്ട് എനിക്ക് മണം കിട്ടുന്നില്ല. എന്തായിരിക്കും ജലദോഷം വരുമ്പോൾ മണം അറിയാതിരിക്കാനുള്ള കാരണം? ജലദോഷമുള്ളപ്പോൾ മ്യൂക്കസ് എന്ന ദ്രവം മൂക്കിൽ അധികമായി ഉണ്ടാകും. അതിനാൽ ഗന്ധകോശങ്ങൾക്ക് മണമറിയാൻ സഹായിക്കുന്ന നാഡീകോശങ്ങളിൽ എത്തി അവയെ ഉത്തേജിപ്പിക്കാൻ കഴിയാതെ വരുന്നു. അതിനാൽ മണമറിയാൻ സാധിക്കുന്നില്ല. മൂക്കിനുള്ളിൽ എപ്പോഴും ഈർപ്പം അനുഭവപ്പെടാറില്ലേ? ഒരു സ്രവം ഉൽപ്പാദിപ്പിക്കപ്പെടുന്നതാണ് ഇതിനു കാരണം. മൂക്കിലെത്തുന്ന പൊടിപടലങ്ങളും രോഗാണുക്കളും നീക്കം ചെയ്യലാണ് ഈ സ്രവത്തിന്റെ ധർമ്മം. ആ സ്രവമാണ് നമ്മൾ മ്യൂക്കസ് എന്ന് പറഞ്ഞത് കേട്ടോ. വൈറസ് ബാധ ഉണ്ടാകുമ്പോൾ ഈ സ്രവം കൂടുതൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന അവസ്ഥയാണ് ജലദോഷം. കൂടുതൽ സ്രവം ഉണ്ടാകുമ്പോൾ മണമറിയാൻ സഹായിക്കുന്ന കോശങ്ങളിലേക്ക് ഗന്ധകണികകൾ എത്താതാവും. അതുകൊണ്ടാണ് നാം മണമറിയാത്തത്. ചുറ്റുപാടിനെ അറിയാൻ കാഴ്ചയും കേൾവിയും പോലെ ഗന്ധവും സഹായിക്കുന്നുണ്ടോ? നിങ്ങളുടെ അഭിപ്രായം ശാസ്ത്രപുസ്തകത്തിൽ എഴുതൂ. കാഴ്ചയെയും കേൾവിയെയും പോലെ തന്നെ അടുത്തറിയാൻ ഗന്ധവും നമ്മെ സഹായിക്കുന്നു. ഏറ്റവും പ്രധാനപ്പെട്ടത് ഭക്ഷണത്തിന്റെ രുചിയോടൊപ്പം അതിന്റെ ഗന്ധവും ആസ്വദിക്കാൻ നമുക്ക് സഹായകമാകുന്നു എന്നതാണ്. അതുപോലെ തന്നെ പഴകിയ ഭക്ഷണം ഒഴിവാക്കാനായി മണം നമ്മെ സഹായിക്കുന്നു. പൂക്കളുടെയും മറ്റും സുഗന്ധം ആസ്വദിക്കാനും മണക്കാനുള്ള കഴിവുകൊണ്ട് സാധിക്കുന്നു. ഗ്യാസ് ലീക്കേജ് പോലുള്ള അപകടകരമായ സാഹചര്യങ്ങളെ തരണം ചെയ്യാനും നമുക്കിതുകൊണ്ട് കഴിയുന്നു. മണം അറിയാൻ മാത്രമല്ല, ശ്വസിക്കാനും നമുക്ക് മൂക്ക് ആവശ്യമല്ലേ? അതെ. മൂക്കിന്റെ സംരക്ഷണത്തിനായി എന്തെല്ലാം ശ്രദ്ധിക്കണം? മൂക്കിൽ യാതൊരുവിധ വസ്തുക്കളും ഇടരുത്. ശക്തിയായി മൂക്ക് ചീറ്റരുത്. മൂക്കിൽ ഇടിക്കരുത്. തുമ്മുമ്പോഴും ചുമയ്ക്കുമ്പോഴും മൂക്കിൽ നിന്നും വായിൽ നിന്നും സ്രവകണികകൾ മറ്റുള്ളവരുടെ ശരീരത്തിൽ വീഴാൻ സാധ്യതയുണ്ട്. ഇത് ഒഴിവാക്കാൻ എന്തെല്ലാം ശ്രദ്ധിക്കണം? വൃത്തിയുള്ള തൂവാല കൊണ്ട് വായും മൂക്കും പൊത്തിപ്പിടിക്കുക. ഒരാൾ ഉപയോഗിച്ച തൂവാല മറ്റുള്ളവർ ഉപയോഗിക്കരുത്. മാസ്ക് ഉപയോഗിക്കുക. ഇടയ്ക്കിടെ കൈയും മുഖവും സോപ്പ് ഉപയോഗിച്ച് കഴുകി വൃത്തിയാക്കുക. ഹായ്, എന്ത് രുചി! ചിത്രത്തിലെ വിവിധ ഭക്ഷണ പദാർത്ഥങ്ങൾ കണ്ടില്ലേ? ഇവയ്ക്കെല്ലാം ഒരേ രുചിയാണോ ഉള്ളത്? അല്ല, അല്ലേ? നന്നായി ചവച്ചരച്ച് കഴിക്കുമ്പോഴാണോ അല്ലാത്തപ്പോഴാണോ ഭക്ഷണ പദാർത്ഥങ്ങളുടെ ശരിയായ രുചി അറിയാൻ കഴിയുന്നത്? നന്നായി ചവച്ചരച്ച് കഴിക്കുമ്പോഴാണല്ലേ? അതെന്തുകൊണ്ടാണ്? നമ്മുടെ നാവിലുള്ള രസമുകുളങ്ങൾക്ക് അപ്പോഴാണ്, നന്നായി ചവച്ചരയ്ക്കുമ്പോഴാണ് അവയ്ക്ക് ഓരോ ഭക്ഷണത്തിന്റെയും സ്വാദ് അല്ലെങ്കിൽ ടേസ്റ്റ് അറിയാനായിട്ട് കുറച്ചുകൂടെ എളുപ്പമാകുന്നത്. അതുകൊണ്ടാണ് കേട്ടോ. ഭക്ഷണ പദാർത്ഥങ്ങൾ ഉമിനീരിൽ അലിഞ്ഞ് നാവിലുള്ള സ്വാദ് മുകുളങ്ങളെ ഉത്തേജിപ്പിക്കുമ്പോഴാണ് നമ്മൾ രുചി അറിയുന്നത്. ഒരു ദിവസം കഴിക്കുന്ന ഭക്ഷണത്തിലെ രുചികൾ പട്ടികപ്പെടുത്തൂ. ആഹാരം അതുപോലെ രുചികളും തമ്മിലുള്ള ഒരു പട്ടികയാണ് തന്നിട്ടുള്ളത്. നാരങ്ങ അച്ചാറ് പുളിയാണ്, മാമ്പഴം മധുരമാണ്, പാവയ്ക്ക തോരൻ കയ്പാണ്, ഉണക്കമീന് ഉപ്പാണ്. ഇനി ഇതുപോലെ തന്നെ നിങ്ങൾക്ക് ചവർപ്പൊക്കെ ഉണ്ട്, നെല്ലിക്ക ചവർപ്പ്, അത് എഴുതാം. ഓക്കെ. രുചി അറിയാൻ മാത്രമാണോ നാവ് സഹായിക്കുന്നത്? അല്ല. മറ്റെന്തെല്ലാമാണ് നാവിന്റെ ധർമ്മങ്ങൾ? സംസാരിക്കാൻ സഹായിക്കുന്നുണ്ട്, ആഹാരം വിഴുങ്ങാൻ സഹായിക്കുന്നുണ്ട്, ചവയ്ക്കുമ്പോൾ ആഹാരവും നീരുമായി ചേർക്കാനും പല്ലുകൾക്കിടയിൽ വച്ചു കൊടുക്കാനും സഹായിക്കുന്നുണ്ട്. നാവിന്റെ ആരോഗ്യത്തിനായി നാം എന്തെല്ലാം ശ്രദ്ധിക്കണം? ചൂടോ തണുപ്പോ അധികമുള്ള വസ്തുക്കൾ കഴിക്കരുത്. ശക്തിയായി നാവ് വടിക്കരുത്. തൊട്ടറിഞ്ഞ് മേശപ്പുറത്ത് പന്ത്, പല ആകൃതിയിലുള്ള മുത്തുകൾ, തണുത്ത വെള്ളം, മിനുസമുള്ള കല്ല്, പരുപരുത്ത കല്ല് എന്നിവ വച്ചിരിക്കുന്നത് കണ്ടില്ലേ? ഒരു കുട്ടിയുടെ കണ്ണ് കെട്ടി ഇവയോരോന്നും സ്പർശിക്കാൻ ആവശ്യപ്പെട്ടാലോ? ഓരോ വസ്തുവും ഏതെന്ന് തൊട്ടു പറയണം. നിങ്ങളും ഈ പരീക്ഷണം ഒന്ന് ചെയ്തു നോക്കൂ. എല്ലാം തിരിച്ചറിയാൻ സാധിച്ചോ? ചിലതൊക്കെ സാധിക്കൂ അല്ലേ? എങ്ങനെയാണ് ഇവ തിരിച്ചറിഞ്ഞത്? സ്പർശനത്തിലൂടെ അഥവാ തൊട്ടിട്ടാണ് തിരിച്ചറിഞ്ഞത്. സ്പർശനത്തിലൂടെ എന്തെല്ലാം തിരിച്ചറിയാം? ഏത് അവയവമാണ് ഇതിന് സഹായിക്കുന്നത്? നമ്മുടെ ത്വക്ക് അഥവാ തൊലിയാണല്ലേ സഹായിക്കുന്നത്. സ്പർശനത്തിലൂടെ വസ്തുക്കളെ തിരിച്ചറിയാൻ സഹായിക്കുന്ന അവയവമാണ് ത്വക്ക്. ചൂട്, തണുപ്പ് തുടങ്ങിയവ അറിയുന്നതിനും ത്വക്ക് സഹായിക്കുന്നു. ശരീരത്തിലെ ഏറ്റവും വലിയ അവയവമാണ് ത്വക്ക്. ശരീരത്തിനുള്ളിലേക്ക് രോഗാണുക്കൾ പ്രവേശിക്കാതെ ത്വക്ക് തടയുന്നു. ശരീരത്തിന്റെ ചൂട് നിയന്ത്രിക്കുന്നതിലും വിയർപ്പിലൂടെ മാലിന്യം പുറന്തള്ളുന്നതിലും ത്വക്കിന് പങ്കുണ്ട്. ത്വക്ക് എന്ന് വെച്ചാൽ നമ്മുടെ തൊലി കേട്ടോ. അപ്പൊ ത്വക്കിന്റെ ധർമ്മങ്ങൾ എന്തൊക്കെയാന്ന് ചോദിച്ചാൽ ഇക്കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് എഴുതി കൊടുക്കാവുന്നതാണ് കേട്ടോ. ത്വക്കിന്റെ സംരക്ഷണം. ത്വക്കിന്റെ സംരക്ഷണത്തിനായി നമ്മൾ എന്തെല്ലാം ശ്രദ്ധിക്കണം? ത്വക്ക് വൃത്തിയായി സൂക്ഷിക്കണം. ആവശ്യത്തിന് വെള്ളം കുടിക്കണം. ത്വക്കിന്റെ ആരോഗ്യത്തിന് സഹായിക്കുന്ന ഇലക്കറികൾ, പഴങ്ങൾ എന്നിവ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തണം. കൂടുതൽ നിർദ്ദേശങ്ങൾ കൂട്ടിച്ചേർത്ത് ശാസ്ത്രപുസ്തകത്തിൽ നിങ്ങൾക്ക് എഴുതാവുന്നതാണ്. ജ്ഞാനേന്ദ്രിയങ്ങളുടെ പ്രവർത്തനങ്ങളെയും സംരക്ഷണത്തെയും കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ അറിയുന്നതിന് വേണ്ടി
ആരോഗ്യ പ്രവർത്തകനുമായി ഒരു അഭിമുഖം നടത്താം. നിങ്ങളുടെ സംശയങ്ങളെല്ലാം ഉൾപ്പെടുത്തി ഒരു ചോദ്യാവലി തയ്യാറാക്കുക. ചോദ്യാവലിയിൽ എന്തെല്ലാം കാര്യങ്ങൾ നിങ്ങൾക്ക് ഉൾപ്പെടുത്താം മക്കളെ? ഞാൻ കുറച്ച് ചോദ്യങ്ങൾ ഇവിടെ തരുന്നുണ്ട്. അക്കാര്യങ്ങളും പിന്നെ നിങ്ങൾക്കറിയാവുന്ന മറ്റ് സംശയങ്ങളും കൂടെ കൂട്ടിച്ചേർത്തിട്ട് നിങ്ങൾക്ക് ഈ ചോദ്യാവലി വിപുലീകരിച്ച് എഴുതാവുന്നതാണ് കേട്ടോ. ചോദ്യം 1, ആരാണ് ENT ഡോക്ടർ? ചോദ്യം 2, കരയുമ്പോൾ മൂക്കിൽ നിന്ന് വെള്ളം വരുന്നത് എന്തുകൊണ്ടാണ്? ചോദ്യം 3, കയ്പുള്ള വസ്തുക്കൾ വായിൽ നിന്ന് ഇറക്കുമ്പോഴാണ് കയ്പ് തോന്നുന്നത്. അതിന് കാരണം എന്താണ്? ചോദ്യം 4, ചെവിയുടെ തകരാറ് മൂലമാണ് തലകറക്കം ഉണ്ടാകുന്നതെന്ന് കേട്ടിട്ടുണ്ട്. അതിന് കാരണം എന്താണ്? ചോദ്യം 5, കണ്ണട വാങ്ങുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം? ചോദ്യം 6, കണ്ണിൽ പൊടി വീണാൽ ചൊറിയരുത് എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്? ഇനി നമുക്ക് വിലയിരുത്താൻ ചോദ്യങ്ങളാണ് ചെയ്യാനുള്ളത്. നോക്കിക്കേ. ചോദ്യം 1, കടുത്ത വേനലിൽ തൊഴിൽ സമയങ്ങളിൽ നിയന്ത്രണം ഏർപ്പെടുത്താറുണ്ട്. എന്തായിരിക്കും ഇതിന് കാരണം? കാരണം സൂര്യന്റെ കടുത്ത ചൂട് ത്വക്കിനും കണ്ണിനും ഗുരുതരമായ പരിക്കേൽപ്പിക്കും. അമിതമായ ചൂട് കൊള്ളുന്നത് ക്യാൻസറിന് കാരണമാകും. മാത്രമല്ല കടുത്ത ചൂട് കാരണം സൂര്യാഘാതം വരെ സംഭവിക്കാം. സൂര്യാഘാതം മരണത്തിന് കാരണമാകുന്നു. ചോദ്യം 2, ഒരു വസ്തുവിന്റെ ഏതെല്ലാം സവിശേഷതകൾക്ക് കാഴ്ച, കേൾവി, സ്പർശം എന്നിവയിലൂടെ അറിയാം? പട്ടിക പൂർത്തിയാക്കൂ. ആദ്യത്തേത് കാഴ്ചയാണ്. കാഴ്ചയ്ക്ക് നിറം, ഒരു വസ്തുവിന്റെ നിറം, വലുപ്പം, അകലം എന്നിവ കണ്ടിട്ട് നമുക്ക് മനസ്സിലാക്കാം അല്ലെ. ഇനി കേൾവിയോ? കേൾവിയിൽ ശബ്ദത്തിന്റെ സ്രോതസ്, ശബ്ദത്തിന്റെ ആസ്വാദ്യത, ശബ്ദത്തിന് കാരണമാകുന്ന രൂപം അല്ലെങ്കിൽ ആൾ അല്ലെങ്കിൽ ഉപകരണം എന്നീ കാര്യങ്ങൾ നമുക്ക് കേട്ടിട്ട് അല്ലെങ്കിൽ കേൾവിയിലൂടെ മനസ്സിലാക്കാം. ഇനി സ്പർശത്തിന്റെ നമുക്ക് തണുപ്പ് മനസ്സിലാക്കാം, ചൂട് മനസ്സിലാക്കാം, അതുപോലെ ഒരു വസ്തുവിന്റെ കാഠിന്യം മനസ്സിലാക്കാം അല്ലെ. എന്താണ്, വെയിറ്റ് ഉള്ളതാണോ അല്ലെങ്കിൽ നല്ല കഠിനമായതാണോ, അതെല്ലാം സോഫ്റ്റ് ആണോ എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് തൊട്ടിട്ട് സ്പർശനത്തിലൂടെ മനസ്സിലാക്കാം. ചോദ്യം 3, ജീവികളുടെ പ്രത്യേക അവയവങ്ങളാണ് ചിത്രത്തിൽ അടയാളപ്പെടുത്തിയിരിക്കുന്നത്. ഇപ്പൊ ഓരോന്നും ജീവിയെ എങ്ങനെ സഹായിക്കുന്നു എന്ന് കണ്ടെത്തി എഴുതുക. ഇപ്പൊ പൂച്ചയുടെ മീശരോമങ്ങളും ആനയുടെ തുമ്പിക്കൈയും അതുപോലെ ചിത്രശലഭത്തിന്റെ പ്രബോസിസ് എന്ന് പറയുന്ന ഭാഗവും പാറ്റയുടെ ആന്റിനയുമാണ് നമുക്ക് ചിത്രത്തിൽ തന്നിട്ടുള്ളത്. അപ്പൊ ഇവ ഓരോന്നും ഈ ജീവികളെ എങ്ങനെയെല്ലാം സഹായിക്കുന്നു എന്ന് നമുക്ക് നോക്കാം. ആദ്യത്തേത് പൂച്ചയുടെ മീശരോമങ്ങളാണ്. ഇരയെ കണ്ടുപിടിച്ചു കൈക്കലാക്കാൻ സഹായിക്കുന്നു, ദൂരം മനസ്സിലാക്കാൻ സഹായിക്കുന്നു, ഒരു വിടവിൽ കൂടി സ്വന്തം ശരീരം കടന്നു പോകുമോ എന്നറിയാൻ സഹായിക്കുന്നു, വളരെ അടുത്തുള്ള വസ്തുവിന്റെ സാന്നിധ്യം അറിയാൻ സഹായിക്കുന്നു. രണ്ടാമത് ആനയുടെ തുമ്പിക്കൈ, ചിഹ്നം വിളിക്കാൻ, മണമറിയാൻ, വെള്ളം കുടിക്കാൻ, വസ്തുക്കൾ പിടിച്ചെടുക്കാൻ, ശ്വാസമെടുക്കാൻ എന്നീ കാര്യങ്ങൾക്കാണ് തുമ്പിക്കൈ സഹായിക്കുന്നത്. അടുത്തത് ചിത്രശലഭത്തിന്റെ പ്രൊബോസിസ് ആണ്. പൂക്കളിൽ നിന്ന് തേൻ വലിച്ചു കുടിക്കാനാണ് ഈ ഭാഗം സഹായിക്കുന്നത്. അവസാനത്തേത് പാറ്റയുടെ ആന്റിനയാണ്. രുചി, താപനില, ഈർപ്പം എന്നിവ അറിയാൻ സഹായിക്കുന്നു. ആഹാരമോ മറ്റു പദാർത്ഥങ്ങളോ തിരിച്ചറിയാൻ സഹായിക്കുന്നു. ചുറ്റുമുള്ള വസ്തുക്കളുടെ സ്ഥാനം, ആകൃതി, സ്വഭാവം എന്നിവ അറിയാൻ സഹായിക്കുന്നു. അപ്പൊ മക്കളെ, ഇത്രയും കാര്യങ്ങളാണ് കേട്ടോ നിങ്ങൾക്ക് ഇന്ദ്രിയജാലം എന്നുള്ള ഈ പാഠത്തിൽ പഠിക്കാനായിട്ടുള്ളത്. പാഠഭാഗവും അതിൽ ചെയ്തിട്ടുള്ള എല്ലാ ആക്ടിവിറ്റീസും എല്ലാ മക്കൾക്കും മനസ്സിലായിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് കൂടി വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. 5ാം ക്ലാസ്സിലെ മറ്റു വിഷയങ്ങളുടെ വീഡിയോസ് നമ്മൾ വൈകാതെ അപ്ലോഡ് ചെയ്യുന്നതാണ്. ആ വീഡിയോസ് കിട്ടുന്നതിന് വേണ്ടി നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കണിൽ ഓൾ ബട്ടൺ പ്രസ് ചെയ്തേക്കാൻ മറക്കരുത് കേട്ടോ. ഇന്നത്തെ ക്ലാസ്സിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ശരി, അടുത്ത ക്ലാസ്സുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക്